മഹാദേവ, ഈ വിഷത്തിന്റെ വേദന അവിടുന്ന് അവിടുത്തെ കണ്ഠത്തിൽ തന്നെ സഹിക്കേണ്ടതായി വരും. അവിടുത്തെ ഈ ശക്തിയുടെ ശക്തി ഈ വേദന സഹിക്കുന്നതിനായി എപ്പോഴും അങ്ങേ സഹായിക്കുന്നതാണ്. പ്രപഞ്ചത്തിന്റെ വേദനകളെ പാനം ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിന് സുഖം നൽകുവാനുള്ള കഴിവ് കേവലം അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ പ്രപഞ്ചം അങ്ങേ ഒരു പുതിയ നാമത്തിൽ വിളിക്കുന്നതാണ്, നീലകണ്ഠൻ. നീലകണ്ഠ മഹാദേവൻ, നീലകണ്ഠ മഹാദേവൻ, നീലകണ്ഠ മഹാദേവൻ, നീലകണ്ഠ മഹാദേവൻ, നീലകണ്ഠ മഹാദേവൻ, നീലകണ്ഠ മഹാദേവൻ. മിത്രമേ, മിത്രമേ, കണ്ണുകൾ തുറന്നാലും അവിടുന്ന് എന്താണ് കണ്ണുകൾ തുറക്കാത്തത്? കണ്ണുകൾ തുറന്നാലും മിത്രമേ, കണ്ണുകൾ തുറന്നാലും. അവിടുന്ന് എന്താണ് കണ്ണുകൾ തുറക്കാത്തത്? കണ്ണുകൾ തുറന്നാലും നമ്മെ പരീക്ഷിക്കുകയാണോ അങ്ങ്? നമ്മുടെ മഹാദേവന് ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല. അവിടുന്ന് നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ വിഷത്തിന്റെ വലയത്തിൽ നിന്ന് രക്ഷിച്ചതാണ്. ഒടുവിൽ അങ്ങേക്ക് ഈ സങ്കടാവസ്ഥ വരാൻ പാടില്ല. കണ്ണു തുറക്കൂ മഹാദേവ, ഇനി നമുക്ക് പരീക്ഷണങ്ങൾ സഹിക്കാനാവില്ല. കണ്ണു തുറക്കൂ മഹാദേവ. അവിടുത്തെ ഉമ്മയാണ് അങ്ങേ വിളിക്കുന്നത് മഹാദേവ. കണ്ണുകൾ തുറന്നാലും ഉണർന്നാലും ഉണർന്നാലും മഹാദേവ, ഉണർന്നാലും. അങ്ങയോട് ഒരുപാട് നന്ദിയുണ്ട് കുബേരദേവ. അവിടുന്ന് ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മോടൊപ്പം നിന്നു. നമ്മെ നമ്മുടെ പുത്രന്റെ അടുക്കൽ എത്തിച്ചിരിക്കുന്നു. ഒരു മാതാവിനെ സഹായിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ് മഹാസതി അനസൂയ. കണ്ണുകൾ തുറന്നാലും മഹാദേവ. ശിവ, 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 കണ്ണു തുറക്ക്, കണ്ണുകൾ തുറക്ക് ശിവ, കണ്ണുകൾ തുറക്ക് ശിവ, ശിവ, കണ്ണു തുറക്ക്. മാതേ,
ശിവ, നമ്മുടെ പുത്ര, നമ്മുടെ ജീവന്റെ ആധാരം. മാതേ, നാം അവിടുത്തെ ആജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുത്തെ വിശ്വാസം വിജയിച്ചു മാതേ. മാതേ, നാം അവിടുത്തെ ആജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുത്തെ വിശ്വാസം വിജയിച്ചു മാതേ. അങ്ങേ തിരികെ ലഭിക്കാൻ നാം ഇനി എന്താണ് ചെയ്യുക മഹാദേവ? നാം ഇനി എന്താണ് ചെയ്യുക? നമ്മുടെ അപരാധത്തിന് ഇനിയും എന്ത് ശിക്ഷയാണ് ലഭിക്കുക? ഇനിയും എത്ര നാൾ ഇതുണ്ടാകും? പക്ഷെ നമുക്കറിയാം, ആ വിഷപ്രസരത്തിന്റെ പ്രഭാവത്തിൽ നിന്നും അവിടുന്നാണ് നമ്മെ രക്ഷിച്ചതെന്ന്. അതിനാൽ അവിടുന്ന് അവിടുത്തെ പാർവതിയോട് കാണിക്കുന്ന ഈ അവഗണന അവിടുത്തെ സ്നേഹം കൊണ്ടുള്ള ഒരു സമ്മാനമായി കരുതി നാം നമ്മോട് ചേർത്ത് വയ്ക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം നമ്മുടെ പ്രേമവും ഭക്തിയും കൊണ്ട് അങ്ങേ തീർച്ചയായും പ്രാപ്തമാക്കും. ഉമാ, മാതേ, പുത്രേ, മാതേ, മാതേ, എല്ലാം ശുഭമാകും. ശുഭമാകും പുത്രേ. പുത്രൻ, നീ സ്വയം ഇതെന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത്? നമുക്ക് ഈ വേദന സഹിക്കാനാകുന്നില്ല മാതേ. കരയുന്നത് മതിയാക്കോ, കരയുന്നത് മതിയാക്കോ. എല്ലാം ശുഭമായി തീരും. ഒന്നും ശുഭമാകാൻ പോകുന്നില്ല. ഭവനത്തിനായുള്ള നമ്മുടെ ആ ആഗ്രഹം സർവവും നഷ്ടപ്പെടുത്തി നാം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാതിരുന്നെങ്കിൽ മഹാദേവൻ നമ്മെ തനിച്ചാക്കി പോകില്ലായിരുന്നു. ഉമാ, നീ ഈ പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ പുത്രേ. മഹാദേവൻ പോയതിന് കാരണം നീയോ നിന്റെ ആഗ്രഹങ്ങളോ അല്ല പുത്രേ. അദ്ദേഹം പോയതിന് കാരണം
അനസൂയയുടെ മാതാവാകാനുള്ള ആഗ്രഹമായിരുന്നു പുത്രി. മാതേ, മഹാദേവൻ ബാലകനായി മാറാനുള്ള കാരണം നാം തന്നെയല്ലേ? നാം തന്നെയാണ് അദ്ദേഹത്തോട് ഗൃഹസ്ഥ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നേടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ നാരായണനെയും ബ്രഹ്മദേവനെ ആരാണ് ബന്ധനത്തിലാക്കിയത് പുത്രി? അവരെന്തിനാണ് ബാലകന്മാരായത്? എന്താ അവർക്കും ഗൃഹസ്ഥ ജീവിതത്തിന്റെ അനുഭവം നേടണമായിരുന്നോ? നീ വരൂ ഉമ്മ. ഉമ്മ, നീ മനസ്സ് വിഷമിപ്പിക്കരുത്. നാം വന്നല്ലോ, നാം എല്ലാം ശരിയാക്കുന്നതാണ്. കാരണം ഈ സമസ്യയ്ക്കുള്ള പരിഹാരം ആരുടെ കയ്യിലാണോ ഉള്ളത് അത് നമ്മുടെ ബാല്യകാലത്തിലെ സഖിയാണ്. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവൾ നമ്മുടെ വാക്കുകൾ മനസ്സിലാക്കുമെന്ന്. ത്രിദേവന്മാരെ അവളുടെ മാതൃത്വത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തരാക്കും. ശിവനെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അദ്ദേഹത്തെ ത്യജിക്കില്ല. നമുക്കറിയാം ദേവി, ഏത് വിഷയമാണ് അവിടുത്തെ നിർമ്മലമായ മനസ്സിനെ ഇപ്രകാരം വേദനിപ്പിക്കുന്നതെന്ന്. ഇന്നലെ സംഭവിച്ചത് എന്തൊക്കെയാണോ അത് ഏതൊരു സാധാരണ മനുഷ്യനും വിശ്വസിക്കാനാവുന്നതല്ല. അത്തരം അവിശ്വസനീയമായ വിഷയങ്ങളുമായി പൊരുത്തപ്പെടുക എന്നത് വളരെ കഠിനമായ കാര്യമാണ്. ആ സംഭവത്തിന് കാരണക്കാരി നാമാണ് ഋഷിവര്യ. നമുക്ക് ബോധ്യം വന്നു. ത്രിദേവന്മാരെ സന്താന രൂപത്തിൽ പ്രാപ്തമാക്കിയതിലൂടെ നാം വളരെ വലിയ അപരാധം ചെയ്തിരിക്കുന്നു ഋഷിവര്യ. നാം അവരെ സന്താനങ്ങളാക്കിയില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ദുരന്തത്തിൽ അകപ്പെടില്ലായിരുന്നു. നാം ഒരു നല്ല മാതാവല്ല ഋഷിവര്യ. കാരണം ഒരു നല്ല മാതാവിന് തന്റെ സ്വാർത്ഥതയ്ക്കായി സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ദുരന്തത്തിലേക്ക് തള്ളിവിടാനാകുമോ? ഇല്ല ഋഷിവര്യ, ഒരിക്കലുമില്ല. നാം വലിയ സ്വാർത്ഥയാണ്. നമ്മുടെ മാതൃത്വം വളരെ സങ്കുചിതമാണ്. മാത്രമല്ല ശിവയോട് ഇത്രയും സ്വാർത്ഥമായ സ്നേഹം അത് ഉചിതമല്ല ഋഷിവര്യ. ദേവി, അവിടുത്തെ സ്നേഹം സ്വാർത്ഥമായിരുന്നുവെങ്കിൽ, അവിടുത്തെ മാതൃത്വം സങ്കുചിതമായിരുന്നുവെങ്കിൽ മഹാത്രിദേവന്മാർ ഇപ്രകാരം ദേവിയുടെ പുറകെ എപ്പോഴും പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ദേവന്മാരുടെ ദേവനായ മഹാദേവൻ സമ്പൂർണ്ണ രൂപത്തിലും കേവലം അവിടുത്തെ ആജ്ഞകൾ മാത്രം അനുസരിച്ച് നടക്കുമായിരുന്നു. ഒരു സാധാരണ ഋഷിപത്നി എങ്ങനെയാണ് തന്റെ ചുമതലകൾ തെറ്റുകളില്ലാതെ ചെയ്യുന്നത് ഋഷിവര്യ?
അപരാധങ്ങളുടെ വലിപ്പം ഒരു സാധാരണ സ്ത്രീക്ക് താങ്ങാനാകുമോ? മാതേ, അവിടുന്ന് സാധാരണ സ്ത്രീയല്ല. അവിടുന്ന് ഒരു സാധാരണ വ്യക്തിയായിരുന്നുവെങ്കിൽ അവിടുന്ന് സ്വന്തം പുത്രനെ പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കായി 7 ലോകത്തിനും അപ്പുറം പറഞ്ഞേക്കാനുള്ള സാഹസം ഒരിക്കലും ചെയ്യില്ല. ഒരിക്കലും തന്റെ പുത്രന്റെ രക്ഷയ്ക്കായി സ്വയം 7 ലോകങ്ങൾക്കപ്പുറം പോവുകയുമില്ല. അവിടുന്ന് അവിടുത്തെ സാധാരണ പുത്രനെ സദാ അവിടത്തോടൊപ്പം നിർത്തിയാലും മാതേ. മാതാവുണ്ടെങ്കിൽ പുത്രൻ പൂർണ്ണനാണ്, മാതാവില്ലെങ്കിൽ പുത്രൻ അപൂർണനാണ്. നാം നിങ്ങളെ ഒരിക്കലും നമ്മിൽ നിന്ന് അകലുവാൻ അനുവദിക്കില്ല. ഒരിക്കലുമില്ല. മാതേ, അവിടുത്തെ അനുവാദം വേണമായിരുന്നു. പറയൂ. നമുക്ക് പുതിയ സമീപവാസിയായ മിത്രത്തോട് നന്ദി പറയാൻ അവരുടെ ഭവനത്തിലേക്ക് പോകേണ്ടതുണ്ട്. പോകാമോ? അനുവാദമുണ്ടോ? ഇനി നാം ശിവയെ ഒരു ബന്ധനത്തിലൂടെയും തടയുവാനായി ശ്രമിക്കുന്നതല്ല. മുക്തനാണ്, സ്വതന്ത്രനാണ്. പോകട്ടെ മാതേ.